ISRO എന്നും നമ്മുടെ അഭിമാനമാണ്, പ്രത്യേകിച്ച് ഇക്കാലയളവിൽ. അത് പറയാനൊരു കാരണമുണ്ട്, അവരുടെ ദൗത്യം മാത്രമല്ല കേട്ടോ. ഈ നാസ എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസി ഉണ്ടല്ലോ, അതിന്റെ പ്രവർത്തനം പോലും നിലച്ചുപോയ ഒരു ഘട്ടമുണ്ട്. അതെ. അപ്പൊ ആ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെയും വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മികവ് ഈ രംഗത്ത്. അപ്പോ ഇപ്പോ ഇസ്രോയുടെ വ്യോമമിത്ര എന്ന് പറയുന്നത് ആളില്ല ഗഗൻയാൻ ദൗത്യമാണ്. അത് സജ്ജമായിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത കൂടി വരുന്നുണ്ട് അല്ലേ? അതെ, വലിയ വലിയ ഒരു നേട്ടമാണ് ISRO നിരന്തരമായിട്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ ഈ ബഹിരാകാശ പദ്ധതികളിലൂടെ ആ ലോകത്ത് ISROയും ലോകത്തിലുള്ള മറ്റെല്ലാ ഏജൻസികളെയും ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് അവരുടെ മുന്നേറ്റം എന്ന് പറയുന്നത്. നമ്മൾ തുടങ്ങിയ ചന്ദ്രയാൻ എന്ന പദ്ധതി ലോകം മുഴുവൻ അതിനെ പരിഹസിച്ചിരുന്നു. നമുക്കതിന് കഴിയുമോ? ഇത്ര വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. നമ്മളൊരു ഹോളിവുഡ് സിനിമയുടെ ബജറ്റിന്റെ ചെലവിൽ ആ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയതാണ്. ആ ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു പോളിലേക്ക്, മറ്റാർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു പോളിലേക്ക് നമുക്ക് എത്താൻ പറ്റി എന്നാണ് ചന്ദ്രയാനിലൂടെ നമുക്ക് സാധിച്ചത്. അതിനുശേഷം മംഗൾയാൻ വന്നു. മംഗൾയാനിന് ശേഷം ചൊവ്വാ ദൗത്യം. ആ ചൊവ്വാ ദൗത്യം അസാമാന്യമായ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു ദൗത്യമായിരുന്നു. മറ്റാർക്കും സാധിക്കാത്ത ഒരു പിടി നേട്ടങ്ങൾ ഭാരതം അതിലൂടെ നേടിയെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.